സഞ്ജുയുടെ ഇന്റർവ്യൂവിൽ സഞ്ജു മീൻസ് വളരെ കാമായിട്ടാണ് നമ്മൾ ആ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ദൈവത്തിനോട്ടാണ് നന്ദി പറയുന്നത്. അല്ലാണ്ട് ഇതിൽ വേറെ ആരുടെടുത്തും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മീൻസ് അതൊരു ഡെസ്റ്റിനിയാണ്. ധോണി ആണെങ്കിൽ അങ്ങനത്തെ ഒരു പുള്ളിക്കാരൻ അത് കളി ജയിപ്പിക്കും എന്നുള്ള, അതിന് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കും അറിയാം ഇയാൾ കളി ജയിപ്പിക്കും എന്നുള്ളത്. ആ സെയിം ഫീലിംഗ് ആണ് എനിക്ക് കഴിഞ്ഞ മാച്ച് സഞ്ജുവിനെ കണ്ടപ്പോൾ കിട്ടിയത്. കാരണം ഒരു ടെൻഷനും ഇല്ലാണ്ട് ഫുള്ളി ഒരു കൺട്രോളിൽ ഇരുന്ന എനിക്കൊരു വിരാട് കോഹ്ലിന്റെ ഒരു കാംനെസ് കണ്ട പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. എല്ലാ ഫോർമാറ്റിലേക്ക് കൂടെ വരാനുള്ള സാധ്യത സഞ്ജു ടെസ്റ്റ് എന്തായാലും കളിക്കില്ല. വൺ ഡേയും T20 മാത്രമാണ് കളിക്കാനുള്ള സാധ്യത. ആ പ്ലേയേഴ്സ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അമ്പയറാണ്. ഔട്ട് നോട്ട് ഔട്ട് എന്നുള്ള തെറ്റ് പറ്റുന്ന എല്ലാവർക്കും അറിയാം, തെറ്റ് പറ്റുമോ എന്നുള്ള അറിയാം. പക്ഷെ ഈ തെറ്റ് പറ്റുന്നത് ആ ടീമിന്റെ ഫേവറബിൾ ആയിട്ട് കിട്ടണം. മനസ്സിലായി. അതാണ് എല്ലാവർക്കും വേണം. റിയൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഞാനും വിശ്വസിക്കുന്ന ടെസ്റ്റ് മാച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് ശരിക്കും 5 ദിവസം പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇപ്പം നമ്മൾ T20 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബാറ്റിംഗ് പിച്ച് ആണെങ്കിൽ ആ 20 ഓവറിനിടയിൽ ഒരു മാറ്റവും വരാറില്ല. ബാറ്റിംഗ് പിച്ച് തന്നെയാണ്. അപ്പൊ അത് ആദ്യം തന്നെ തിരിഞ്ഞു തുടങ്ങുന്നുണ്ട്. വെറ്റ് പിച്ചാണെന്നുണ്ടെങ്കിൽ ആ 40 ഓവറിനിടയ്ക്ക് വലുതായിട്ട് വ്യത്യാസം വരൂല. മനസ്സിലായി. കാരണം വേറെ ചാലഞ്ച് ഒന്നും ഇല്ല അവിടെ. മീൻസ് ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ് അതിൽ തന്നെ കളി അങ്ങ് തീരാണ്. സ്ത്രീകളും എംപയറിംഗ് മേഖലയിലൊക്കെ ഇപ്പൊ കടന്നു വരുന്നുണ്ട്. IPL വുമൻസ് IPLിലൊക്കെ അവരുടെ പ്രാതിനിധ്യം വളരായിട്ട് വരുന്നുണ്ട്. അവർക്കും ഇതൊരു ഓപ്ഷനായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ അവർക്കും അമ്പയർ ചെയ്യാം. നമ്മൾ മെൻ മാച്ചും അവർ അമ്പയർ ചെയ്യണം. സോ ഇതിൽ അവർക്കും കാരിയറാണ്. കാരണം ഇതിന് മെന്നും വിമനും ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. അവർക്കും ഇതിന് ഈക്വൽ ഇത് തന്നെയാണ്. പേയ്മെന്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ അത് അവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് സാർ എത്തി നിൽക്കുകയാണ്. നമുക്ക് മലയാളികൾക്കെല്ലാം ഭയങ്കര അഭിമാനമാണ്. കാരണം ക്രിക്കറ്റ് അത്ര നമ്മൾ മനസ്സിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എത്തി നിൽക്കുമ്പോൾ ആ ലെവലിൽ നമ്മൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ക്രിക്കറ്റിന്റെ ഒരു വളർച്ച സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു ഫ്യൂച്ചർ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭാഗ്യമുള്ള ഒരാൾക്കാർക്ക് അങ്ങനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ നമ്മുടെ ടാലൻറ്റും അതെല്ലാം വേണം. അതെല്ലാം ഒരു പരിധി വരെ അതില്ലെങ്കിൽ പറ്റൂല. നമുക്ക് അതിൻ്റെ ക്വാളിഫൈ ചെയ്യാനുള്ള ഇപ്പം റൂൾസ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ നമ്മൾ ഡിസിഷൻ കൊടുക്കുന്നതിൽ ഒരു 90% മുകളിലുള്ള സക്സസ് റേറ്റ് കിട്ടണം. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൂ. പക്ഷെ അതിൽ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 180 അമ്പയർമാരുണ്ട്. അതിൽ 4 ആൾക്കാർക്ക് മാത്രമേ അതിൽ മുകളിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ 90ന്റെ മുകളിൽ ഇപ്പം ആവറേജ് അല്ലെങ്കിൽ 92, 93ന്റെ മുകളിൽ ആവറേജ് ഉള്ള ഒരു 30-40 അമ്പയർമാരുണ്ടാവും. അപ്പോൾ ഇത് വേക്കൻസി വരുന്ന നമ്മളിപ്പോൾ കളിക്കുന്ന അതേപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഷേവാഗ്, സച്ചിൻ ടെണ്ടുൽക്കർ, ദ്രാവിഡ്, ലക്ഷ്മൺ, ഗാംഗുലി, അപ്പം അങ്ങനെ ഒരു 5-6 ബാറ്റ്സ്മാന്മാർ നമ്മുടെ ടീമിലുള്ള സമയത്ത് അവരെല്ലാവരും 10 കൊല്ലം ഇന്ത്യൻ ടീമിൽ കളിച്ച ആൾക്കാരാണ്. ഈ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ രഞ്ജി ട്രോഫിയിലും നമ്മൾ ഈ ഡൊമസ്റ്റിക്കിൽ പെർഫോം ചെയ്ത് ഒരാൾക്ക് അവിടെ സ്ഥാനമില്ല. 1000 റൺ അടിച്ച് 10,000 റൺ അടിച്ചു ഒരു സീസണിൽ 1000 റൺ അടിച്ച ബാറ്റ്സ്മാന് സ്ഥാനമില്ല. 10,000 റൺ ടോട്ടലി ഈ രഞ്ജി ട്രോഫിയിലൊക്കെ അടിച്ച ബാറ്റ്സ്മാർക്ക് ആ സമയം എന്ന് പറഞ്ഞാൽ ഇവര് അവിടെ ഗ്യാപ്പില്ല. അതേപോലെ തന്നെയാണ് അമ്പയറിന്. നമ്മൾ അമ്പയർ ചെയ്ത് നമ്മൾ ആ കറക്റ്റ് ആ വക്കത്തിലെത്തുമ്പം അല്ലെങ്കിൽ നമ്മുടെ റാങ്കിങ് നല്ല രീതിയിൽ നമ്മൾ അമ്പയർ ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരു വേക്കൻസി വരണം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതേപോലെ ഈ TV അമ്പയറിങ്ങിൻ്റെ ഒരു പ്രസക്തി ഇപ്പം കൂടിയിട്ടുണ്ട്. അപ്പം TV അമ്പയറിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചും കൂടെ ബെറ്റർ ആവണം. അപ്പം അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ഒരു അമ്പയർമാരിൽ ഈ എല്ലാ ക്വാളിറ്റിയും ഉണ്ടോ, നമ്മൾ റാങ്കിങ്ങിൽ വരുന്നുണ്ടോ, ആ സമയത്ത് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നിയന്ത്രിച്ചിട്ടാണ്, അതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. സോ അതിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അധ്വാനത്തിന്റെ ഒപ്പം ഒരു ലക്ക് ഫാക്ടറും കൂടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലേ കിട്ടുള്ളൂ. ഈ TV അമ്പയറിംഗ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ആ ഒരു നമ്മൾ റിവ്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ബിഗ് സ്ക്രീനിൽ വരുന്ന സമയത്ത് ഡയറക്ട് ടു TV അമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ പറഞ്ഞ പോലെ എല്ലാ കളിയിലും സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെയാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഇപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ശ്രീലങ്കയിൽ നിന്നാളുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ട്, അതേപോലെ ബംഗ്ലാദേശിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. ഇപ്പം ഇവർ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മനസ്സിലാക്കാനും പറഞ്ഞാൽ ഓൺ ഫീൽഡിൽ നിന്ന് ഞാനിപ്പോൾ TV അമ്പയർ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ICC വന്നിട്ട് ഒരു സെറ്റ് പ്രോട്ടോകോൾ, അതിൽ എല്ലാ വാക്കുകളും അങ്ങനെയല്ല, എവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ TV ഡയറക്ടറിന് അവർക്ക് ഇപ്പം പെട്ടെന്ന് നമ്മൾ എന്താ പറഞ്ഞാൽ ആദ്യത്തെ ഒരു ക്യാച്ചിൻ്റെ ഒരു റിവ്യൂ ആണ് വരുന്നത്, ക്യാച്ച് പിടിച്ചോ പിടിച്ചില്ല എന്നുള്ള. അപ്പോൾ അത് ക്യാച്ച് ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ അത് നോ ബോൾ ആവാൻ പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ നോ ബോളിൽ നിന്ന് വേണം ചെക്ക് ചെയ്യാൻ. ഓക്കെ. സോ ആ പ്രോട്ടോകോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ക്യാച്ചിൻ്റെ റിവ്യൂ വന്നിട്ടുണ്ട്,
ഞാൻ നോ ബോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് ഡയറക്ടറിന്റെ അടുത്ത് പറയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോ നോ ബോളാണ് നമ്മൾ നോക്കുന്നത്, എന്നാലേ നമുക്ക് ക്യാച്ചിനോട്ട് മുന്നിലോട്ട് പോകാൻ പറ്റും. സോ അതിൽ ആ പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാനാണ് ഇതിങ്ങനെ തന്നിരിക്കുന്നത്. അത് എല്ലാ അമ്പയർമാരും ഒരേപോലെ ഫോളോ ചെയ്തേ പറ്റൂ. അത് കൃത്യമായിട്ട് നമ്മൾ ഈ ട്രെയിനിങ് സമയത്ത് പഠിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതെ അതെ. ഈ ഇതിനകത്തൊരു ഇംഗ്ലീഷ് സ്കിൽ എത്രത്തോളം ആവശ്യമാണ് ഒരു അമ്പയർ? ഒരു ബേസിക് സ്കില്ല് മതി, എന്നാലും വേണം. ഇതിൽ ഒരു സ്റ്റേജിന്റെ മുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പണ്ടാണെങ്കിൽ ആ മുറിക്കകത്ത് മാത്രമേ ഇരിക്കുമായിരുന്നു. ഇതിപ്പം എല്ലാം പബ്ലിക്കിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കുകൾ, നമ്മുടെ ഇപ്പം എൻ്റെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ല, അപ്പോൾ എൻ്റെ ഒരു പ്രോസസ്സറിൽ എൻ്റെ മാതൃഭാഷയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇംഗ്ലീഷിൽ പോയിട്ട് എന്നിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ വാക്കുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്യാച്ച് പിടിച്ച്, നമ്മളിപ്പോൾ പല സമയത്തും കണ്ടിട്ടുണ്ടോ, ബാറ്റിൽ കൊണ്ടുപോയില്ല അറിയില്ല, ക്യാച്ച് പിടിച്ചോ പിടിച്ചില്ലേ എന്നുള്ള അറിയില്ല. അപ്പം നമ്മുടെ ഇപ്പം നോർമൽ ഒരു കൊളോക്കിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐ തിങ്ക് ഇറ്റ് ഹസ് ക്യാരിഡ് എന്നുള്ള, നമ്മൾ എനിക്ക് തോന്നുന്നു ക്യാരി ചെയ്തു എന്നുള്ള. പക്ഷെ ആ തിങ്കിൻ എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ സംശയം വന്നു കഴിഞ്ഞു, അപ്പോൾ നോട്ട് ഔട്ട് കൊടുക്കും. അപ്പോൾ ഒരു ടീം നിങ്ങൾക്ക് ഒരു സംശയം വന്നില്ല, അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നീട് ഔട്ട്, നമുക്ക് പിന്നീട് ആ വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഔട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസിഷനെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് ക്യാരി ചെയ്തു എന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് വേറൊരു ആംഗിൾ വരുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, അത് സംശയമൊന്നുമില്ല, സംശയം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംശയം വന്നു കഴിഞ്ഞാൽ അത് സംശയം തന്നെയാണ്. ഈ വാക്കുകൾ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ ഇംഗ്ലീഷിൽ വരുന്ന സമയം നമ്മുടെ പ്രോസസ്സറിൽ ഒരു സമയം നമ്മളാ. അപ്പം അത് തിങ്ക് ചെയ്ത് കിട്ടാനായിട്ടുള്ള, ഇപ്പം ഫോറിൻ നമ്പേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ നമ്പേഴ്സിനാണെങ്കിൽ അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷിലാണ്. സോ അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടും, നമ്മൾ കുറച്ചും കൂടെ വർക്ക് ചെയ്ത് കിട്ടണം. സോ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഒരുപാട് പറഞ്ഞാൽ ഈ കേംബ്രിഡ്ജ് മറ്റേ ഈ ശശി തരൂർ സംസാരിക്കുന്ന മാതിരി ഇംഗ്ലീഷ് ഒന്നും വേണ്ട, അങ്ങനത്തെ വാക്കുകൾ മറ്റേ കട്ടികൂടിയ വാക്കുകളൊന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൽ. പക്ഷെ നമുക്ക് എവിടെ യൂസ് ചെയ്യണം, ഏത് വാക്ക് യൂസ് ചെയ്യണം, നമ്മൾ ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ സംസാരിക്കുന്ന രീതി, സ്പീഡ് എല്ലാം അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള. ഈ സെലക്ഷൻ പ്രോസസ്സും വരുന്ന സമയത്ത് ഒരു BCCIയുടെ ഒരു കോമൺ ഒരു സംശയമാണ് ഈ അവരുടെ ഒരു വിലയിരുത്തൽ, ആ ബോർഡിന്റെ ഒരു തീരുമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അല്ല, അവർ ഇതിൽ ശരിക്കും ഈ ഇപ്പം നമ്മുടെ ഒരു ഇതിൽ വരുന്ന സമയത്ത് തന്നെ ഒരു നമ്മളൊരു 20 പേര് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ടീം എടുക്കുകയാണ്, ഇപ്പം ഈ ലോകകപ്പിൻ്റെ ടീം തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ നോർമലി എല്ലാവരുടെയും ഇമോഷൻസ് ഹൈ ആണ്. ഇപ്പം സഞ്ജുവിനെ എടുത്തില്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ ഡൗൺ ആണ്. നമ്മൾ സഞ്ജുവിനെ എങ്ങനെ എടുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം സഞ്ജു കളിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ 4 പേര് പുറത്തിരിക്കുകയാണ്. സോ അവരിപ്പോൾ റിങ്കു സിംഗ് കളിക്കുന്നില്ല. ഇപ്പൊ റിങ്കു സിംഗിന് എന്തായിരിക്കും മനസ്സിൽ വരുന്നത്? സെയിം. ഇപ്പൊ സഞ്ജുവിന് എന്താണോ മനസ്സിൽ ഒരു ഫീലിങ്സ് ഉണ്ടോ അത് തന്നെയാണ് റിങ്കു സിംഗിന്റെ മനസ്സിലും വരുന്നത്. അത് നമ്മുടെ ടീമിൽ അത്രയും പ്ലേയേഴ്സ് ഉണ്ട്, പെർഫോം ചെയ്യുന്ന അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ലക്ക് വേണം. ഇപ്പൊ സഞ്ജുയുടെ ഇന്റർവ്യൂവിൽ സഞ്ജു മീൻസ് വളരെ കാമായിട്ടാണ് ഇപ്പം ലാസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ദൈവത്തിനോട്ടാണ് നന്ദി പറയുന്നത്. അല്ലാണ്ട് ഇതിൽ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മീൻസ് അതൊരു ഡെസ്റ്റിനിയാണ്. പറഞ്ഞാൽ ആ അവസരം കിട്ടുക, അത് കറക്റ്റായിട്ട് അവർക്ക് ലെഫ്റ്റ് ഹാൻഡർ വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഒരു റൈറ്റ് ഹാൻഡർ വേണമെന്നുള്ളൊരു വീണ്ടും ഒരു അവസരം കിട്ടി. അത് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ വേൾഡ് കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഞ്ജു ഒറ്റ കളി കളിച്ചില്ല, ബെഞ്ചിലായിരുന്നു. അപ്പം നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. പറഞ്ഞാൽ നമ്മൾ കളി ജയിച്ചു, വേൾഡ് കപ്പ് ജയിച്ച് എല്ലാ മാച്ചും ജയിച്ച ഒരു ടീമിന് ഒന്നും ചെയ്യാൻ പറ്റൂല. വെളിയിൽ ഇരുത്തിയതേ ഉള്ളൂ. അപ്പൊ അത് നമുക്കൊരു ലക്ക് ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ. സോ അതിൽ നമുക്ക് വേറെ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് അങ്ങനെയാണ് അതിന്റെ ഗെയിം. സഞ്ജുവിന്റെ ലാസ്റ്റ് പെർഫോമൻസിനെ സാർ എങ്ങനെയാ വിലയിരുത്തുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് പുള്ളിക്കാരന്റെ ബാറ്റിങ്ങിൽ അത്രയും കാമായിട്ട് ഞാൻ നോക്കിയെന്ന് ഒരു വിരാട് കോഹ്ലി ഒരു ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്രയും 100 അടിച്ചുകൊണ്ട് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരു 30 റണ്ണ് കഴിഞ്ഞിട്ട് 8-9 റൺസിന്റെ ഒരു ടാർഗറ്റ് വെച്ചാണ് വരുന്നത്. 10 ഓവറിൽ 90 റൺസ് വരെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ നമുക്ക് മരണം എപ്പോഴുള്ളൂ, നമ്മളൊക്കെ ടെൻഷൻ ആവും എന്നല്ലാണ്ട് പുള്ളിക്കാരൻ കാമാണ്. ഇപ്പൊ ധോണി ആണെങ്കിൽ അങ്ങനത്തെ ഒരു കാം, പുള്ളിക്കാരൻ അത് കളി ജയിപ്പിക്കും എന്നുള്ള. അതിന് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കും അറിയാം ഇയാൾ കളി ജയിപ്പിക്കും എന്നുള്ളൊരു ആ സെയിം ഫീലിംഗ് ആണ് എനിക്ക് കഴിഞ്ഞ മാച്ച് സഞ്ജുവിനെ കണ്ടപ്പോൾ കിട്ടിയത്. എന്നാൽ സഞ്ജു സിംഗിൾ എടുക്കുമ്പോഴും മറ്റേ
ഫുള്ള് ഓടുന്നില്ല, മറ്റേ വെപ്രാളമൊന്നുമില്ല. അതേപോലെ ഒറ്റ ഷോട്ട് പൊക്കി അടിച്ചിട്ടില്ല. ആദ്യത്തെ 2 6 കഴിഞ്ഞിട്ട് തറയിൽ കൂടെ തന്നെ പുള്ളിക്കാരൻ ഒരു 4 അടിക്കും, പിന്നെ ഒരു സിംഗിൾ എടുത്ത് പോകുന്നുണ്ട്, പിന്നെ ഒരു 4 അടിക്കും എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഫുള്ളി ഒരു കൺട്രോളിൽ ഇരുന്ന എനിക്കൊരു വിരാട് കോഹ്ലിന്റെ ഒരു കാംനെസ് കണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. കമന്റേറ്റർ പറയുകയുണ്ടായി അയാൾക്കറിയാം ഇതെങ്ങനെയാ നമുക്ക് സഞ്ജുയുടെ മുഖം കാണുമ്പം അവിടെ നിൽക്കുന്ന കാണുമ്പം അറിയാം പറഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ ഒരു പൊസസ്ഡ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് വേറെ ഒരു സഞ്ജുവിനെയാണ് കാണുന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. ഈ സഞ്ജുവിന്റെ ഒരു ഫ്യൂച്ചർ സാർ എങ്ങനെ നോക്കി കാണുന്നത്? ഈ ഫ്യൂച്ചർ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 31 ആയിട്ടുള്ളൂ. ഇപ്പം വിരാട് കോഹ്ലിക്ക് 37 വയസ്സിൽ വിരാട് കോഹ്ലി ഇപ്പോഴും ഫിറ്റ് ആയിട്ട് ഇനി 2 കൊല്ലം കളിക്കുന്നതാണ് എനിക്ക് മിനിമം എനിക്ക് തോന്നുന്നത്. എനിക്ക് കളിക്കുന്നതാണ്. നമ്മൾ അവസാനത്തെ ഒരു 7-8 വൺ ഡേ മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സെഞ്ചുറിയും 3 50 അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ റെക്കോർഡ്. അപ്പോൾ പുള്ളിക്കാരൻ അത്ര ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷനും ഇതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഡയറിയിലൊക്കെ എഴുതി വെച്ച പോലെ ഞാൻ 3 കൊല്ലം കളിക്കും, 4 എപ്പോൾ വേണമെങ്കിലും ടീമിൽ നിന്ന് പുറത്തു പോവാം. പക്ഷെ നമ്മൾ ആ മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്ത് സഞ്ജു അങ്ങനത്തെ ഒരാളാണ്, ലെവൽ ഹെഡഡ് ആണ്. ആൻഡ് വെളിയിൽ കാണുന്നവരെ ഫുള്ളും വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അങ്ങനെ പോകുന്ന കൂട്ടത്തിലല്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 3-4 കൊല്ലമെങ്കിലും എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു ആഗ്രഹമുണ്ട് കളിക്കണമെന്ന്. എല്ലാ ഫോർമാറ്റിലേക്ക് കൂടെ വരാനുള്ള സാധ്യത ഞാൻ അത് കാണുന്നില്ല. ഉള്ള ഫാക്ട് ഞാൻ പറയാം. ടെസ്റ്റ് എനിക്ക് എൻ്റെ ഇതിൽ സഞ്ജു ടെസ്റ്റ് എന്തായാലും കളിക്കില്ല. വൺ ഡേയും T20യും മാത്രമാണ് കളിക്കാനുള്ള സാധ്യതയുള്ള. T20 ലോങ്ങർ ഇന്നിങ് കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട്. വൺ ഡേയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയ്സ്വാൾ വരും, കോഹ്ലി വരും, രോഹിത് ശർമ്മ വരും, ഗില്ല് വരും. സോ അതിൽ വീണ്ടും എങ്ങനെയാണ് എടുക്കാൻ പറ്റും, കളിച്ചൂടാന്നില്ല, പക്ഷെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷെ T20 ഉറപ്പായിട്ടും കളിക്കും. അല്ലെങ്കിൽ പിന്നെ വൺ ഡേയിൽ ആരെങ്കിലും ഫോം ഔട്ട് ആവുകയോ നമുക്കൊന്നും പെർമനന്റ് അല്ല. നമുക്ക് ഇത് കളിക്കാൻ പറ്റുമെന്നോ പറ്റൂല. ഇപ്പൊ സഞ്ജു തന്നെയാണ് ഇനി T20 എല്ലാം കളിക്കുമെന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ എല്ലാം 2024 2 സെഞ്ചുറി നേടിയ ഒരാളാണ്. വൺ ഡേയിൽ ഒരു സെഞ്ചുറി നേടിയതാണ്. ഇപ്പൊ T20 നോക്കിക്കഴിഞ്ഞാൽ 2 സെഞ്ചുറി നേടിയ ബാറ്റ്സ്മാരിൽ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതിൽ ഒരാൾ സഞ്ജുവാണ്. ഇപ്പൊ കഴിഞ്ഞ മാച്ച് ഓൾമോസ്റ്റ് ഒരു 100ആണ്. സോ പക്ഷെ എന്നാലും ഒരു 4-5 മാച്ച് T20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കഴിഞ്ഞ മാച്ചിന്റെ ഒരു ഗ്ലോറിയിൽ ഒരു 4 മാച്ച് കൊണ്ടുപോകാൻ പറ്റൂല. അടുത്ത മാച്ച് ആകുമ്പോൾ സെപ്പറേറ്റായി 4 മാച്ച് അടുപ്പിച്ച് റിസ്ക് എടുത്തേ പറ്റുള്ളൂ. സഞ്ജു സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 170-200 സ്ട്രൈക്ക് റേറ്റിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത്രയും റിസ്ക് എടുത്ത് കളിക്കുന്ന ഒരാൾക്ക് ഔട്ടായിക്കൂടാന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കൂടുതലാണ്. നമ്മൾ ഇത്രയും റണ്ണ് വേണം, നമ്മൾ 200 റൺ അടിക്കുകയും വേണം, എന്നാൽ ഔട്ടും ആയിക്കൂടാന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഒരു മണ്ടത്തരമാണ്. പറ്റത്തില്ല. കുറച്ച് ലക്ക് വേണം, ചില ഷോട്ട്സ് അവിടെ ഇവിടെയൊക്കെ രക്ഷപ്പെട്ട് പോവുകയും വേണം. അങ്ങനെ വന്നാലേ നമുക്ക് അതിന് ഉദാഹരണമായി ഇഷാൻ കൃഷ്ണൻ അല്ലേ, ഫ്രെയിമിലേ ഇല്ലാതിരുന്ന ഒരാളും 2 കൊല്ലം എവിടെ ഇല്ലാത്ത ഒരാൾ. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ മാച്ചിൽ ഡബിൾ സെഞ്ചുറി അടിച്ച ഒരു ബാറ്റ്സ്മാനാണ് 2 കൊല്ലം മുമ്പിൽ. പുള്ളിക്കാരൻ 2 കൊല്ലം എവിടെ ഇല്ലാത്തൊരു സീനാണ്. പെട്ടെന്ന് ഇപ്പോൾ തിരിച്ചും അതാണ് ഞാൻ പറഞ്ഞത്, ക്രിക്കറ്റിൽ ഒരു ഗ്ലോറിയസ് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു ഗെയിമാണ്. ഇന്ന് നമ്മൾ ഹീറോ ആണെങ്കിൽ നാളെ സീറോ ആവും. ഇന്നിപ്പോൾ സീറോ ആണെന്ന് തോന്നുന്ന ആൾ നാളെ ഹീറോ ആവും. സോ അത് ഭയങ്കര ഒരു ലെവലറാണ് ഇതൊരു ഗെയിം. ഈ നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളൊരു. ഈ മത്സരങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ അവർ അപ്പീൽ ചെയ്യുന്ന കാര്യം പോലെ അവർ തരുന്നൊരു പ്രഷറുണ്ട്. സാറിന് ഡിസിഷൻ ആ ഒരു ചെറിയ മാക്രോ സെക്കൻഡ്സിൽ ഇതെല്ലാം സാറ് പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി അതിന് അവർ തരുന്നൊരു ടാക്ടിക്സ് പ്രഷർ അതെങ്ങനെയാണ് സാർ ഹാൻഡിൽ ചെയ്യുന്നത്? അത് നമ്മളിപ്പോൾ അമ്പയർ ചെയ്ത് വരുമ്പോഴേ അത് ശരിയാവുള്ളൂ. നമ്മളൊരു ഡൊമസ്റ്റിക്കിൽ നമ്മൾ കളിച്ച് വരുന്ന സമയത്ത് അപ്പം പുതിയതായിട്ട് അമ്പയർ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, ഞാൻ 17 കൊല്ലം കളിച്ചിട്ടുണ്ട്. സോ ഞാനിപ്പോൾ അപ്പുറത്തെ ഈ വേലിയിൽ അപ്പുറത്തെ സൈഡിലായിരുന്നു, നമ്മൾ അപ്പീൽ ചെയ്യുമായിരുന്നു. അപ്പം അപ്പുറത്ത് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള എന്തോന്നാണെന്നുള്ളത് പ്ലെയറിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവാൻ പറ്റും, എന്തിനാണ് അപ്പീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമലി നമ്മൾ കളിക്കുന്ന സമയത്തും ഒരു അമ്പയർ എങ്ങനെയാണെന്നുള്ള ഒരു ആദ്യത്തെ ഒരു സെഷൻ, ഒരു ടെസ്റ്റിംഗ് ടൈം നമ്മളൊന്ന് നോക്കും. ഈ അമ്പയർ എങ്ങനെയാണ്, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ഉണ്ടാവും. അത് നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മളും ചെയ്യും. അതിപ്പോൾ ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് ആ പ്ലെയേഴ്സ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അമ്പയർ ആണോ, ഔട്ട് നോട്ട് ഔട്ട് എന്നുള്ള തെറ്റ് പറ്റുന്ന എല്ലാവർക്കും അറിയാം, തെറ്റ് പറ്റുമോ എന്നുള്ള അറിയാം. പക്ഷെ ഈ തെറ്റ് പറ്റുന്നത് ആ ടീമിന്റെ ഫേവറബിൾ ആയിട്ട് കിട്ടണം, മനസ്സിലായി. അതാണ് എല്ലാവർക്കും വേണ്ടത്. ഇപ്പം ഞാൻ ബോൾ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഔട്ടാണോ ഔട്ടില്ലേ എന്നുള്ള അറിയാം, ചിലത് 50-50 ആണെന്നുള്ള അറിയാം, ചിലത് ക്ലിയർ ഔട്ടാണെന്നുള്ള അറിയാം.
അപ്പോൾ ഈ നോട്ട് ഔട്ട് എന്നുള്ളതും ഈ 50-50 എൻ്റെ ഫേവറിൽ കിട്ടണം, ചാൻസ് കൂട്ടുക അവർക്കുള്ള. അതിന് നമ്മൾ ഒരു പ്രഷർ ഇങ്ങനെ അപ്പീലൊക്കെ ചെയ്ത് ആദ്യം ഇട്ട് നോക്കും നമ്മുടെ ഇതിലുണ്ടോ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാണ് പ്ലേയേഴ്സും ട്രൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അമ്പയറായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കും അറിയാം ഇത് വരും. ചില സമയത്ത് എനിക്ക് മനസ്സിലാവില്ല ഇത് ഔട്ടാണോ ഔട്ടല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ സമയത്ത് എന്താണോ തോന്നുന്നത് അതിൽ ഉറച്ചു നിൽക്കുക. നമ്മളിപ്പോൾ ചിലത് ഇപ്പം ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, നമുക്ക് സൗണ്ട് കേൾക്കാൻ ഭയങ്കര പാടാണ്. ഇത്രയും ക്രൗഡ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഈ ബാറ്റിൽ കൊള്ളുന്ന അറിയാൻ പോലില്ല. ഇപ്പം പല സമയത്തും ബാറ്റ്സ്മാർക്ക് വരെ ഇപ്പം കഴിഞ്ഞ മാച്ച് നോക്കുകയാണെങ്കിൽ ഹെഡ്മേയറിന് പുള്ളിക്കാരൻ തന്നെ അറിഞ്ഞുകൂടാ ബാറ്റിൽ കൊണ്ടിട്ടുണ്ടെന്ന്. ഔട്ടായിരുന്നു, അമ്പയർ ഔട്ട് കൊടുക്കുകയും ചെയ്തു, നല്ല ഡിസിഷനും ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ റിവ്യൂ ചെയ്തു, പുള്ളിക്കാരൻ തന്നെ അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു അമ്പയറിന് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ വളരെ പാടാണ്. അപ്പം നമ്മളൊരു ഗസ് വർക്കിൽ ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് അതിലാണ് നമ്മൾ പോയ ഒരു ഇത് വെച്ചിട്ട് കൊണ്ടിട്ടുണ്ട്. അടുത്തൂടെ പോകുമ്പം സൗണ്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ആ ബോഡി ലാംഗ്വേജ് ഇതെല്ലാം വെച്ചിട്ട് കൊണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ ചില ഡിസിഷൻ, ചിലത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ പറ്റും, ചിലത് നമുക്ക് അറിയാനേ പറ്റൂല. അപ്പം ആ സമയത്ത് നമ്മൾ ഔട്ടോ നോട്ടോട്ടോ കൊടുത്തല്ലേ പറ്റുള്ളൂ, നമുക്കൊരു ഡിസിഷൻ ഒഴിഞ്ഞു മാറാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് കണ്ടു എന്നുള്ളത് ഒരു റീപ്ലേ ചെയ്ത് നമ്മൾ എത്രത്തോളം കാമായിട്ട് ഇരിക്കുന്നുണ്ടോ നമുക്കൊന്ന് റീപ്ലേ ചെയ്തിട്ട് നോക്കാനുള്ളൊരു സാവകാശം ഉണ്ടാവും. അതില്ലെങ്കിൽ വീണ്ടും കുഴപ്പമില്ല, DRS ഉണ്ട്, അപ്പോൾ ടീമിന് DRS എടുക്കാം. അപ്പം നമ്മൾ എത്രത്തോളം ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. ഈ നമ്മളൊരു ബോൾ ഡെലിവർ ചെയ്യുന്ന മുതൽ അല്ലെങ്കിൽ ഒരു ബോളർ നമ്മൾ ആക്ഷൻ പുള്ളി മൂവ് ചെയ്യുന്ന തൊട്ട് നമ്മുടെ ഒരു ഫോളോ അപ്പ് എങ്ങനെയാണ് സാർ ഒരു അമ്പയർ ചെയ്യുന്നത്? നമ്മുടെ റൊട്ടീൻസ് എല്ലാ ബോളിനും റൊട്ടീൻ ഉണ്ടാവും. ഒരു പ്രീ ബോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫുൾ ഡേ മാച്ച് ആണെന്നുണ്ടെങ്കിൽ 6.5 മണിക്കൂർ 6.5 മണിക്കൂർ കളി പോകും. ഇപ്പൊ T20 ആണെങ്കിൽ തന്നെ 3.5 മണിക്കൂർ കളിയുണ്ട്. വൺ ഡേ മാച്ച് ആണെങ്കിൽ 7 മണിക്കൂർ കളിയുണ്ട്. ഈ 7 മണിക്കൂർ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. അപ്പം നമ്മളത് ഓരോരോ ബോളായിട്ട് ബ്രേക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബോളർ റണ്ണപ്പിൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 20 സെക്കൻഡ് അത്ര ആവശ്യമുള്ളൂ. ആ 20 സെക്കൻഡ് നമ്മൾ ഫുൾ കോൺസെൻട്രേഷനിൽ നമ്മൾ അവിടെ നിൽക്കുക. ബോളർ റണ്ണപ്പിൽ പോയി തിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ സെറ്റാവും, നമ്മുടെ ഫോക്കസ് അവിടെ കൊണ്ടുവരും, നമ്മുടെ ഐസൈറ്റ് എവിടെയാണോ കൊണ്ടുപോകുന്നത്, ബാറ്റ്സ്മാൻ്റെ ഏത് റീജിയനിലാണ്, പിന്നെ ഒരു ബോളറിൻ്റെ ടൈപ്പ് ഓഫ് ബോളർ വരുന്നത്. ഇപ്പം ഇവിടെ നിന്നാണ് എറിയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബോൾ ഇവിടെ നിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഡയറക്റ്റ് നമ്മുടെ മനസ്സിൽ അതെല്ലാം റെഡിയാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ നിൽക്കുന്ന പൊസിഷൻ വെച്ച് കഴിഞ്ഞിട്ട് ബാറ്റ്സ്മാൻ്റെ ഹൈറ്റ് നോക്കും, ക്രീസിൽ നിൽക്കുന്ന എത്ര ക്രീസിൻ്റെ അകത്താണ് നിൽക്കുന്നത് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു മൈൻഡിലൊരു അതുകൊണ്ട് ഒരു ഊഹം ഇട്ട് വെക്കും. കാരണം ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടാവും, അല്ലെങ്കിൽ ഔട്ടാവാൻ പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നമ്മൾ നോക്കണം. ഇപ്പോൾ സ്വിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾ സ്വിങ് ചെയ്ത് വരുന്നുണ്ട്, ബാറ്റ്സ്മാൻ പുറത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടാലാണ് ഔട്ടാവാൻ സാധ്യത, അങ്ങനത്തെ ഇത് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും. എന്നിട്ട് അതിൽ നമ്മൾ ഫോക്കസിൽ നമ്മൾ നിൽക്കും. ആ 20-25 സെക്കൻഡ്സ് കഴിഞ്ഞാൽ തിരിച്ചൊന്ന് ഫുൾ കുറച്ച് ഒന്ന് ആ ഫോക്കസ് ഹൈ ലെവലിൽ നിന്ന് നമ്മൾ റിലാക്സ് അല്ല ചെയ്യുന്നത്, ഒന്ന് ഡൗൺ കൊണ്ടുവരും, ഒരു ഡൗൺ കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ നോർമലായിട്ട് നിൽക്കും. എന്നിട്ട് തിരിച്ചവിടെ പോകുമ്പോൾ തിരിച്ച് നമ്മുടെ ഇന്റൻസിറ്റി ലെവല് ഒന്ന് ഹൈയിലോട്ട് കൊണ്ടുപോകണം. ഇപ്പം 6 ബോൾ കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ലെഗിലോട്ട് പോകും. അപ്പം നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം. സോ അങ്ങനത്തെ ഓരോ അമ്പയറിനും ബോൾ ഇവിടുന്ന് ഡെലിവർ ആവുന്ന സമയത്തും ഇത് കാലും ഏകദേശം ഒരു ആക്യുറസി ടൈം ആയിരിക്കില്ലേ വരുന്നത്. അപ്പൊ ഈ 2 ഫുട്ടും ഇതും കൂടി എങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്? ഇത് നമുക്ക് നേരത്തെ ഇപ്പോൾ ഉള്ള എല്ലാ ഇന്റർനാഷണൽ മാച്ചിനും ഓട്ടോനോബ, അതാണ് TV അമ്പയർ ആണ്, നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ 2 നോക്കണം. അപ്പൊ കാല് ലാൻഡ് വരുന്ന കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങോട്ട് പോകണം. പണ്ട് നമ്മൾ അമ്പയർ ചെയ്തിരുന്നല്ല. ഇപ്പൊ ഡൊമസ്റ്റിക്കിൽ നമ്മൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാല് ലാൻഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ഫുള്ള് നോക്കി നിൽക്കാൻ പറ്റൂല, അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഗസ് വർക്കാണ്. അപ്പൊ ടൈറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ വിളിക്കൂല, കാരണം ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. അൺലെസ് ഇപ്പൊ കാല് ആദ്യം തന്നെ നമ്മൾ ഇതുവരെ കാല് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പിൽ ലൈൻ കഴിഞ്ഞു, ഇനി എന്തായാലും ബാക്കിലോട്ട് വരൂല എന്നറിയാം, അപ്പൊ നമുക്ക് നോ ബോൾ വിളിക്കാൻ പറ്റും. സോ അതിന് കുറച്ചും കൂടെ ഒരു പ്രാക്ടീസ് വേണം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ ഡിസിഷനിൽ ഈ നോ ബോൾ പണ്ട് നോക്കിയിട്ട് ഡിസിഷൻ കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പല ഫോർമാറ്റും ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, വൺ ഡേ ഉണ്ട്, ഉണ്ട്. ഈ ടെസ്റ്റിന്റെ ഒരു പ്രസക്തി കുറയുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല ടീമായിട്ട് കളി. ഇപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ട് നമ്മുടെ പരമ്പര അവിടെ വെച്ച് കളിച്ച സമയത്ത് 5 ടെസ്റ്റ് മാച്ചും ലാസ്റ്റ് ഡേ വരെ പോയി 5 ടെസ്റ്റ് മാച്ചിനും ഫുൾ ആയിരുന്നു നമ്മുടെ ഇംഗ്ലണ്ടിൽ. നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ ക്രൗഡ് കാണാറുണ്ട്. പക്ഷെ ഓസ്ട്രേലിയയിൽ വെച്ച് കളിക്കുമ്പോഴും നമ്മളിപ്പം നമ്മുടെ ഇന്ത്യൻ ടീം പോയ സമയത്തും നമ്മൾ അവിടെ 85 മറ്റേ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മാച്ചിന് ഏത് മാച്ചാണെന്ന് പറഞ്ഞാൽ അവിടെ 85,000 പേര് കാണികൾ വന്ന് നമുക്ക് റെക്കോർഡ് ക്രൗഡ് വന്ന ആൾക്കാരുണ്ട്. സോ അത് ടെസ്റ്റിന് ഇപ്പോഴും എൻ്റെ ഇതിൽ നല്ല ടീം കളിക്കുകയാണ്, നല്ല മാച്ച് ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിന് കാണാനുള്ള ആൾക്കാരുണ്ട്. കാരണം
റിയൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഞാനും വിശ്വസിക്കുന്ന ടെസ്റ്റ് മാച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് ശരിക്കും? കാരണം 5 ദിവസം പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇപ്പം നമ്മൾ T20 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബാറ്റിംഗ് പിച്ച് ആണെങ്കിൽ ആ 20 ഓവറിനിടയിൽ ഒരു മാറ്റവും വരാറില്ല. ബാറ്റിംഗ് പിച്ച് തന്നെയാണ്. അപ്പം അത് ആദ്യം തന്നെ തിരിഞ്ഞു തുടങ്ങുന്നുണ്ട്. വെറ്റ് പിച്ചാണെന്നുണ്ടെങ്കിൽ ആ 40 ഓവറിനിടയ്ക്ക് വലുതായിട്ട് വ്യത്യാസം വരൂല. മനസ്സിലായി. കാരണം വേറെ ചാലഞ്ച് ഒന്നുമില്ല അവിടെ. മീൻസ് ആദ്യം തുടങ്ങുന്ന എങ്ങനെയാണ് അതിൽ തന്നെ കളി അങ്ങ് തീരാണ്. പക്ഷേ ഈ ടെസ്റ്റ് മാച്ചിൽ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ബോൾ ചിലപ്പോൾ മോയ്സർ ആദ്യത്തെ ഒരു ദിവസം ഫാസ്റ്റ് ബോളറിന് അനുകൂലമായിരിക്കും, അടുത്ത 2 ദിവസം ബാറ്റ്സ്മാർക്ക് അനുകൂലമായിരിക്കും, പിന്നീട് സ്പിന്നർക്ക് അനുകൂലമാവും. മാറി മാറി വരുന്ന സമയത്ത് അതും 5 ദിവസം പിടിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സെഷൻ നമ്മൾ കത്തി നിൽക്കും, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും എല്ലാം ചെയ്യുന്നില്ല. അടുത്ത സെഷനിൽ 3 വിക്കറ്റ് പോകുമ്പോൾ ഇത്രയും ചെയ്തതെല്ലാം കൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ്. മറ്റേ ടീമിന് എപ്പോൾ വേണമെങ്കിൽ ഇപ്പം ലീഡ് ഒരു 100 റൺസിന്റെ ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ വൺ ഡേ മാച്ചിൽ 1 റൺസിന് മുകളിൽ എടുത്തു കഴിഞ്ഞാൽ കളി തീർന്നു. അത് 9 വിക്കറ്റ് പോയാലും ശരി, എത്ര ആയാലും ആ 1 റൺസ് മുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കളി ജയിച്ചു. ടെസ്റ്റ് മാച്ചിൽ അങ്ങനെ ആദ്യത്തെ ഇന്നിങ്സിൽ നമ്മൾ ചിലപ്പോൾ 100 റൺസോ 150 നമ്മൾ ഓസ്ട്രേലിയയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ആണ് ചെയ്തത്. നമ്മൾ ഇവിടെ നമ്മൾ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ ഈഡൻ ഗാർഡൻസിൽ ലക്ഷ്മൺ 281 അതാണ് നമ്മൾ ഫോളോ. നമ്മൾ 200 റൺസിന്റെ മുകളിൽ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ട്. നമ്മൾ ഫോളോ ഓൺ ചെയ്ത് നമ്മൾ 500 റൺ നേടി അവരെ തിരിച്ച് അകത്തിട്ട് ലാസ്റ്റ് നമ്മൾ കളി ജയിക്കേണ്ടത്. കാരണം അത് ടെസ്റ്റ് മാച്ചിൽ മാത്രം അങ്ങനത്തെ സംഭവങ്ങൾ ക്ലാസിക് സാധനമാണ്. അതെ. ഈ നമ്മള് സാറി അന്താരാഷ്ട്ര നിലയിൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എങ്ങനെയാ ഇതിന്റെ ഒരു സംഘടന ഉണ്ടോ, അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടോ? BCCI തന്നെയാണ് നമ്മുടെ സംഘടന. ഓക്കെ. ഇപ്പൊ എനിക്ക് ഏത് മാച്ചാണ് ഇടണം, ഏത് മാച്ച് ഞാൻ ചെയ്യണം എന്നുള്ള എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് BCCI ആണ്. സോ BCCI നമുക്ക് നമ്മൾ 5 അമ്പയർമാരുണ്ട്. അതിൽ നിതിൻ മേനൻ എന്ന് പറഞ്ഞൊരു അമ്പയർ എലീറ്റ് പാനലിലുള്ളതാണ്. പുള്ളിക്കാരൻ നേരെ ICCയുടെ ഇതിലാണ്. എലീറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് മാച്ച് പുറത്തു ഞാൻ ആ പാനലിൽ എത്തിയിട്ടില്ല. സോ നിതിൻ മേനൻ വന്നിട്ട് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് കളിക്കുന്ന മാച്ച് പുള്ളിക്കാരൻ നിയന്ത്രിക്കാൻ പറ്റും. സോ അങ്ങനത്തെ ഇപ്പൊ ഈ സെമി ഫൈനൽസിൽ പുള്ളിക്കാരൻ ഇന്ന് നടക്കുന്ന സെമി ഫൈനൽസിൽ പുള്ളിക്കാരൻ TV അമ്പയറാണ്. സോ അത് എലീറ്റ് അമ്പയറിന് മാർക്ക് അത് കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 12 അമ്പയർമാരെ വേൾഡിലുള്ളൂ. അപ്പൊ ഓരോരോ കൺട്രിയിലും കിട്ടണമെന്ന് നിർബന്ധവുമില്ല. ഇപ്പൊ നമ്മുടെ ഇതിൽ നിന്ന് നിതിൻ മേനൻ ഉണ്ട്. ചിലപ്പം നിതിൻ മേനൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഇല്ലാണ്ടാവാം. രാജ്യത്ത് നിന്ന് വേണമെന്നില്ല. ഇപ്പൊ ഇംഗ്ലണ്ടിൽ 3 പേരുണ്ട്, ഓസ്ട്രേലിയയിൽ 2 പേരുണ്ട്. സോ 3 മാക്സിമം, 4 പറ്റത്തില്ല. ഒരു കൺട്രിയിൽ നിന്ന് 4 പേര് പറ്റത്തില്ല. സോ അങ്ങനെ ചിലപ്പോൾ 2 പേര് പറ്റും ഒരു കൺട്രിയിൽ നിന്ന്, ചിലപ്പോൾ കൺട്രിയിൽ നിന്ന് ഒരാൾ ഇല്ലാണ്ടിരിക്കാം. സോ അങ്ങനെ സംഭവിക്കാം. അവരാണോ ഈ ICCയുടെ ഏറ്റവും പീക്കിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള മാച്ചുകൾ ഇപ്പൊ ഫൈനൽ വരുമ്പോൾ ഈ വേൾഡ് കപ്പ് ഫൈനൽ ഇതെല്ലാം ഇവരാണ് ചെയ്യുന്നത്. സോ അവരിൽ എങ്ങനെയാണ് ഇപ്പൊ ഒരു ഫൈനൽ നമ്മൾ ഫിക്സ് ചെയ്യണം? അപ്പോൾ ആ ടൂർണമെന്റിന്റെ അവരുടെ റെക്കോർഡ് എങ്ങനെയാണ് അത് അവർ നോക്കും. അതിന്റെ പാസ്റ്റ് റെക്കോർഡ് നോക്കും. ഇതെല്ലാം വെച്ചിട്ട് ന്യൂട്രാലിറ്റി നോക്കും. ഇപ്പം ഇന്ത്യ നാളത്തെ മാച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിതിൻ മേനൻ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും കിട്ടൂല, ന്യൂട്രാലിറ്റി വന്നേ പറ്റൂ. അപ്പം അത് കിട്ടത്തില്ല. ഇപ്പൊ ഓസ്ട്രേലിയ എന്നുള്ള 2 അമ്പയർമാർക്കാണ് സാധ്യത ഏറ്റവും കൂടുതൽ. ഓസ്ട്രേലിയ ആദ്യം പുറത്തുപോയി. ഇനി അവർ സാധ്യതയുണ്ട്. അവർ ന്യൂട്രൽ. അപ്പൊ അതിന്ന് വരുന്ന അപ്പൊ അങ്ങനെ കുറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം 180 അമ്പയർമാരുണ്ട്. അതിലിപ്പോ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ അത് കിട്ടും. ഫൈനലിൽ കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം ഇപ്പൊ ഓസ്ട്രേലിയ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ഓസ്ട്രേലിയ ആദ്യത്തെ റൗണ്ടിൽ തന്നെ തെറിച്ചു പോകുന്നു. സോ ഇപ്പൊ അവർക്ക് ടീം പുറത്തു പോയതുകൊണ്ട് അമ്പയർമാർക്ക് ഒരു ലക്കാണ്. ഈ ഒരു അമ്പയറിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്താണ് ശരിക്കും? ഒരു ഏത് ലെവലാണ് ആ കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ്? ടെസ്റ്റ് മാച്ച് ചെയ്യുന്ന അമ്പയർമാരാണ്. പിന്നെ അവരിൽ നമ്പർ 1 അമ്പയർ എന്ന് പറഞ്ഞിട്ട് ഓരോരോ വർഷം കഴിഞ്ഞിട്ട് ഈ അവരെ ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക്, ഓണസ്റ്റി ഇതെല്ലാം വെച്ചിട്ട് ICC ഇതിൽ ഒരാളെ ചൂസ് ചെയ്യും ഇതിൽ. സോ അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ് ഉള്ള നമ്പർ. ഇപ്പം കഴിഞ്ഞ 2 കൊല്ലം റിച്ചർഡ് ഇല്ലിംഗ്വർത്ത് എന്നാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇല്ലിംഗ്വർത്ത് ഇംഗ്ലണ്ടിലുള്ള അമ്പയറാണ്. സോ പുള്ളിക്കാരൻ ഇപ്പം 61-62 ഇയേഴ്സ് ആയി. അപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് കിട്ടുന്നത്. സോ അതിൽ താമസം ഉണ്ടാവാം, ചിലപ്പോൾ നേരത്തെ കിട്ടാം. സൈമൺ ടോഫൽ 34 വയസ്സ് മുതൽ 39 വയസ്സ് 5 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 1 അമ്പയർ ആയിരുന്നു. സോ അങ്ങനെ പല ഏജ് ലിമിറ്റ് ഉണ്ടാവും. ഇത്ര വയസ്സ് വരെ നമ്മുടെ ഇന്ത്യയിൽ 60 വയസ്സാണ്. 60 വയസ്സ് വരെ ചെയ്യാം, നമുക്ക് അമ്പയർ ചെയ്യാം. 60 വയസ്സിൽ നമ്മുടെ റിട്ടയർമെന്റ് ആണ്. ചില ഇംഗ്ലണ്ടിലൊക്കെ 67 വരെ ഉണ്ട്, ചില കൺട്രീസിൽ കൂടുതലാണ്. ഇതിനിടയിൽ വല്ല ചെക്കിങ്ങോ അല്ലെങ്കിൽ നമ്മളെ വിലയിരുത്തൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതിന്റെ പ്രോസസ് നമുക്കിപ്പം എപ്പോ വേണമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ 4 അമ്പയർമാരുണ്ട്. ഇപ്പൊ അവർക്ക് മാറ്റണം. ഇപ്പൊ 4 അമ്പയർമാർ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്രോത്ത് വരുന്നില്ല, ഞാൻ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല, വേറൊരു യങ് അമ്പയർ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്നെ മാറ്റിയിട്ട് BCCIക്ക്
വേറൊരാളെ അവിടെ ഇടാം, അപ്പോഴും എടുക്കാൻ പറ്റും. ഈ 4 അമ്പയർമാരെ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തൊരു ചേഞ്ച് മാറ്റി കൊണ്ടുവരാം. ഓക്കെ. ഈ വുമൺ മാച്ചിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോ ഈ പറഞ്ഞ സ്ത്രീകളും ഈ അമ്പയറിംഗ് മേഖലയിലൊക്കെ ഇപ്പൊ കടന്നു വരുന്നുണ്ട്. IPL, വുമൺസ് IPL-ലൊക്കെ അവരുടെ പ്രാതിനിധ്യം വളരായിട്ട് വരുന്നുണ്ട്. അവർക്കും ഇതൊരു ഓപ്ഷണൽ ആയിട്ട് ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ അവർക്കും അമ്പയർ ചെയ്യാം. നമ്മൾ മെൻ മാച്ചും അവർ അമ്പയർ ചെയ്യണം. സോ ഇതിൽ അവർക്കും കാരിയറാണ്. കാരണം ഇതിന് മെന്നും വിമനും ഡിഫറൻസിയേഷൻ ഒന്നുമില്ല. അവർക്കും ഇതിന് ഈക്വൽ ഇത് തന്നെയാണ്. പേയ്മെന്റിനൊന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ അത് അവർക്കും കിട്ടും. സാറേ, വുമൺ മാച്ചസ് കൂടുതലായിട്ട് ഒരുപാട് മാച്ച് ഞാൻ അമ്പയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിലൊക്കെ കുറെ വിമൻ മാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ടെസ്റ്റ് മാച്ച് ചെയ്ത വിമൻ ടെസ്റ്റ് മാച്ചാണ്. ഓക്കെ. സോ അത് അമ്പയർ ചെയ്തിട്ടുണ്ട്. സോ അത് എല്ലാവരും ഇന്റർനാഷണലിൽ ചെയ്തിട്ടുണ്ട്. ഈ വുമൺ മാച്ചിന്റെ അല്ലെങ്കിൽ വുമൺ ടീമിന്റെയും ആ കളികളുടെ ഒരു മാറ്റം സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഇപ്പം ലാസ്റ്റ് ഒരു 3-4 years ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IPL ആണുങ്ങൾക്ക് മെൻസ് ക്രിക്കറ്റിന് എത്രത്തോളം ഗുണം ചെയ്തോ ആ സെയിം ഒരു ഇതാണ് WPL കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ WPL വന്നപ്പോൾ ഈ പൂള് കൂടി, നമ്പർ ഓഫ് പ്ലെയേഴ്സിന്റെ പണ്ട് ഇത്രയും പ്ലെയേഴ്സ് ഇല്ല. സോ നമ്മളിപ്പോൾ ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2003-2004 നോക്കുകയാണെങ്കിൽ ഒരു പൂളെന്ന് പറഞ്ഞാൽ ഒരു 20 പ്ലെയേഴ്സ് മാക്സിമം, അല്ലെങ്കിൽ ഒരു 25 പ്ലെയേഴ്സ് കളിക്കുന്ന അത്ര ആൾക്കാർക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്ക് റെക്കഗ്നിഷൻ ഒന്നുമില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 150-200 പ്ലെയേഴ്സാണ് ഇപ്പോൾ IPL കളി. ഇപ്പോൾ സഞ്ജു സാംസന്റെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ തിരിച്ചും വരാനുള്ളൊരു സാധ്യത കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ IPL ആണ്. പുള്ളിക്കാരൻ ആ മാച്ച് അവിടെ ക്യാപ്റ്റൻ ചെയ്യുന്നുണ്ട്. അവിടെ ഇത്രയും റണ്ണ് തിളങ്ങാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയോണ്ടാണ് തിരിച്ചും 500 റണ്ണ് IPL അടിക്കുന്ന സമയത്ത് അങ്ങനെ വരുന്നോണ്ടാണ് തിരിച്ച് കിട്ടാനുള്ള അവസരം കിട്ടുന്നത്. അല്ലെങ്കിൽ പണ്ട് ഇപ്പോൾ ഒരു 30 വയസ്സായ നമ്മളെ ടീമിൽ കിട്ടാനുള്ള സാധ്യത വളരെ, നമുക്ക് മാച്ച് കിട്ടൂല. അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂല. ആ അവസരങ്ങളാണ് ഇപ്പം സ്ത്രീകൾക്ക് ഇതിന്റെ മുമ്പിൽ കിട്ടാത്ത അവസരം ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇപ്പൊ ടൂറ് പോകുന്നുണ്ട്. ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഒരു ടൂറ് കളിക്കുകയാണ്, ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. മീൻസ് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസും മാച്ചസും വിമന് ഇപ്പൊ ഓൾമോസ്റ്റ് മെന്നിന്റെ അത്രയും കൂടി ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടുണ്ട്. ഈ എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്തു വരുന്ന ക്യാപ്റ്റൻ കോച്ച് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു രീതി. ആ ഒരു രീതി സാറ് യോജിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സക്സസ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയാണ് അത് കൊണ്ടുവരുന്നത്. നമ്മൾ 23-50 ഓവർ വേൾഡ് കപ്പിലും പുള്ളിക്കാരനാണ് ആ റോള് ഏറ്റെടുത്തത്. ഈ സേഫായിട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഔട്ടായി കഴിഞ്ഞാൽ ടീമിന് ഒരു ഗുണം കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ കൊണ്ട് അവിടെ നിന്ന് അതൊരു സക്സസ് നമുക്ക് കിട്ടി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലോകകപ്പിലെ ഫൈനൽ മാത്രമാണ് നമ്മൾ തോറ്റത്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ വെസ്റ്റ് ഇൻഡീസിലും USA കളിച്ച എല്ലാ മാച്ചും നമ്മൾ ജയിച്ചു. ആ ഒരു പോളിസിയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിച്ചിരിക്കുന്ന ബൈലാറ്ററൽ സീരീസിലും T20-ലെല്ലാം നമുക്ക് സക്സസ് കിട്ടിയിട്ടുണ്ട്. സോ അത് കിട്ടിയതുകൊണ്ട് അവരതിൽ തന്നെ ഫോളോ ചെയ്യാണ്. നമുക്ക് എന്താണ് സക്സസ് കിട്ടുന്നുണ്ടോ അതിൽ നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ടീമാണ്. കാരണം ഞാൻ അമ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏത് ടീം ജയിച്ചു കഴിഞ്ഞാലും അതിൽ സന്തോഷമേ ഉള്ളൂ. ഏത് ടീം അവർക്ക് ഇതായിട്ടുള്ള നല്ല മാച്ച് വന്നു കഴിഞ്ഞാൽ ഏത് ടീം ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഇപ്പൊ 18 കൊല്ലം കഴിഞ്ഞിട്ടാണ് വിരാട് കോഹ്ലി ഒരു കപ്പ് കിട്ടിയത്. സോ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഈ വരുന്ന മാച്ചസ്, ഈ വേൾഡ് കപ്പ് മാച്ചസിൽ സാറിന്റെ ഒരു പ്രൊഡിക്ഷൻ എന്തായിരിക്കും? അല്ല, ഇനിയുള്ളത് അന്നത്തെ ദിവസം പോലെ. ഇപ്പൊ ഇന്ന് ഇംഗ്ലണ്ടും ന്യൂസിലാൻഡുമാണ് കളിക്കുന്നത്. സോ ആ ദിവസത്തിന്റെ ആകെപ്പാടെന്ന് പറഞ്ഞാൽ 20 ഓവർ എന്ന് പറഞ്ഞാൽ 80 മിനിറ്റിൽ കളി തീർന്നു, ഒരു ഇന്നിങ്സ് കഴിഞ്ഞു. അപ്പൊ ഇതിലൊരു അരമണിക്കൂർ പാളിയ കളി പോയി. അരമണിക്കൂർ അവരുടെ ഒരു കോൺഫിഡൻസ് തീർന്നു. ഇപ്പൊ ഒരു ടീം ഒരു 4 വിക്കറ്റ് അതിന്റെ ഇടയ്ക്ക് കൊണ്ട് വിട്ടിട്ട് 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5-6 ഓവർ തീരും. 6 ഓവർ പാളിയ 20 ഓവറിൽ ഓൾമോസ്റ്റ് 1/4 കഴിഞ്ഞു. പിന്നെ പിടിച്ചു നിൽക്കാൻ പാടാണ്. അതെ. സോ ഈ അരമണിക്കൂർ പോലും നമുക്ക്, അരമണിക്കൂറല്ല 2 ഓവർ പോലും നഷ്ടപ്പെടുത്താണ്ട് പോയാലേ പറ്റുള്ളൂ. ഓക്കെ. ആ കളി ഭയങ്കരമായിട്ട് മാറും. ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുംറയുടെ 2 വിക്കറ്റ് കിട്ടിയ ആ ഇതിൽ അവർ ശരിക്കും പറഞ്ഞ ആ ഒരു 4 ഓവറിൽ അവർ അല്ലെങ്കിൽ ഒരു 220 റൺസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. 220 ആണെങ്കിൽ നമുക്ക് ടൈറ്റ് ആയാണ്. അടിക്കൂല എന്നല്ല, ചിലപ്പോൾ അടിച്ച തന്നെ, പക്ഷെ എന്നാലും ടൈറ്റ് ആയാണ്. അതെ. ഇതിൽ ഈ 4 ടീമിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇതിൽ ഏറ്റവും ഒരു ഹൈയാർക്കി കാണുന്ന ടീം ഏതാ സാറ്? അല്ല, ചാൻസ് എന്നുള്ള ഇപ്പം നമ്മൾ ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ് അൺബീറ്റബിൾ ആയിട്ടുള്ള ഒരു. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു ഇതാണ്. മീൻസ് നമുക്ക് പ്രഡിക്ഷന്റെ ഇതിൽ പല ആൾക്കാരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫൈനൽ വരെ എത്തി തോറ്റോളും ഒരിതാണ്. എന്ന് പറഞ്ഞാൽ അവർ ഫൈനൽ വരെ എത്തുന്ന, അവർ ഫൈനലിൽ എത്തുന്നത് ഒരു പുത്തിരിയല്ല. അതെ.
ഇതിന്റെ കഴിഞ്ഞ ലോകകപ്പും അവര് ഈ 15 ഓവർ ആയപ്പം ലോകകപ്പ് അവരെ കയ്യിലായിരുന്നു. അവിടുന്നാണ് 16 ഓവർ കഴിഞ്ഞപ്പം 24 ബോൾ 25 റൺ മതി, 5 വിക്കറ്റ് കയ്യിലുണ്ട്. ക്ലാസനാണെങ്കിൽ അസലായിട്ട് 40 ബാറ്റ് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് സപ്പോർട്ട് ആളുമുണ്ട്. പിന്നെ അല്ലാണ്ട് മില്ലർ കളിക്കുന്നുണ്ട്. അവര് 2 ഓവർ കളിച്ചാൽ ആ 25 റൺ അടിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ബാറ്റ്സ്മാരാണ്. അവിടെ നിന്ന് അവർ കളി തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയം എന്നൊക്കെ പറയണ്ടേ. അതെ, ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ഒരു എന്റെ ഇതിൽ ടീമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡെപ്ത് ബാറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 7 നമ്പർ 8 വരെ ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഓവറിൽ ഒരു 15 റൺ അടിക്കാൻ പറ്റണം. 7 വിക്കറ്റ് പോയാൽ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ളൊരു ഇപ്പൊ കഴിഞ്ഞ മാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൂബെ ആ 2-4 നമ്മൾ ലാസ്റ്റ് 2 ഓവറിൽ നമുക്ക് വേണ്ടത് 19-20 റൺസ് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിൽ ഡൂബയുടെ ആ 2-4 ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം ഡെപ്ത് ഉള്ള ടീമിനാണ് അത് പറ്റുന്നത്, അങ്ങനെ വേണം. അതില്ലെങ്കിൽ ഇപ്പൊ ദൂബെ നമ്പർ 7 ആണ് നമ്മുടെ ടീമിൽ വരുന്ന പറഞ്ഞാൽ ദൂബെ നമ്പർ 7 ആണ്. ദൂബെ കഴിഞ്ഞ അക്ഷർ പട്ടേൽ അടുത്ത കഴിഞ്ഞ ഇതിൽ വരികയാണെങ്കിൽ അക്ഷർ പട്ടേലാണ്, പിന്നെ ബുംറയാണ്, പിന്നെ ഉള്ളത് വരുൺ ചക്രവർത്തി. അപ്പോൾ ആ വിക്കറ്റ് ഇപ്പൊ ഡൂബെ ഔട്ടായിരുന്നെങ്കിൽ നമുക്കത് കിട്ടുമോ? 19 റൺ കിട്ടുമോ? 20 റൺ സഞ്ജുവിന് അടിക്കണം. സോ അത് ഒരു മാച്ചിൽ മാറണമെങ്കിൽ ആ ഒരു ബോളിന്റെ ഒരു ഇതിലാണ് മാറുന്നത്. സോ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈ ടീം ജയിക്കും. ഇപ്പൊ ന്യൂസിലാൻഡ് നല്ലൊരു ടീം വൈസ് ആയിട്ട് കമ്പൈൻഡ്, അവർക്ക് വലിയ പേരൊന്നും ഇല്ലാണ്ട് എപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. ഇംഗ്ലണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഈ സൂപ്പർ 8 വന്നപ്പോൾ അവർ വളരെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. സോ ഇന്ത്യയും ഇപ്പോൾ കഴിഞ്ഞൊരു മാച്ച് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരു മാച്ച് വെർച്വൽ പ്രഷർ തന്നെ ആയിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ പ്ലെയേഴ്സിന്റെ ബോഡി ലാംഗ്വേജ് റിലീഫ് കാണുമ്പോൾ മനസ്സിലാവും അവർക്ക്. പിന്നെ ഇന്ത്യയിൽ വെച്ചിട്ട് കളിക്കുമ്പോൾ നമ്മൾ സെമി എത്താണ്ട് പോകുമെന്നുള്ളൊരു നമ്മുടെ ഫാൻസിന്റെ അത്രയും എക്സ്പെക്ടേഷൻസ് ആണ്. അപ്പോൾ അത് അവരെപ്പോഴും പറഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു ഇതിലാണ് എക്സ്പെക്ടേഷൻസ്. സോ അതിലെന്തെങ്കിലും പ്രഷർ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമുക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്.